സുഖമോ ദേവി. നന്ദന്റെയും മീരയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിപ്പിക്കുന്നതിനായി ബലരാമനും ചന്ദ്രമതിയും ചന്ദ്രോത്തെത്തുന്നു. ജോലിയും അതിന്റെ തിരക്കുകളും ഒന്നും കല്യാണത്തിന് തടസ്സമാണെന്ന് വിചാരിക്കരുത്. അതൊക്കെയായിട്ട് പരസ്പരം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. ഇന്നലെ എല്ലാം കൂടി ഞാനൊന്ന് കണക്കൂട്ടി നോക്കി. സമയം തീരെ പോരാന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീധനത്തുകയെന്ന് പറഞ്ഞ് കുറച്ച് പണവുമായി മാധവൻ മുരളിയുടെ വീട്ടിലെത്തുന്നു. മംഗലശ്ശേരി മാധവൻ സ്ത്രീധനത്തുക തന്നില്ല എന്ന് ഇനി പറയരുത്. ഇതിങ്ങനെ എണ്ണി ബുദ്ധിമുട്ടുണ്ടോ പെണ്ണുമ്പിള്ളേ? അത് 10,000 രൂപ തികച്ചുണ്ട്. മാധവനാ തരുന്നത്. ഒറ്റ രൂപ കുറയില്ല. 10,000 ഉലുവയോ? അതിനാണ് താൻ ഈ കാർ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? അച്ഛൻ വരുത്തി വെച്ച അപമാനത്തിന് പഴികേൽക്കേണ്ടി വരുന്നത് ദേവിയാണ്. ഭാർഗവി ദേവിയെ അവഹേളിച്ച് സംസാരിക്കുന്നു. 10,000 ഉലുവയാ ഇവളുടെ നാണം കെട്ട തന്ത ഇവൾക്ക് സ്ത്രീധനായിട്ട് കൊണ്ട് നീട്ടിയത്. നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഈ സൈസാണോടി? ഉളുപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കൊക്കെ അറിയോ? ജോത്സ്യൻ മുഹൂർത്തം കുറിക്കാൻ നോക്കുമ്പോൾ തീയതി നീട്ടിവയ്പ്പിക്കാൻ സിദ്ധാർത്ഥൻ ശ്രമിക്കുന്നു. അത്രയ്ക്കടുത്ത എന്റെ കാര്യങ്ങളാകെ കുഴയും പണിക്കണേ. എന്താ പിന്നെ വേറെ നോക്കാം. അല്ല, ഈ മാസം കഴിഞ്ഞാണേലും കുഴപ്പമില്ല. നന്ദന്റെയും മീരയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിക്കുന്നിടത്തേക്ക് ദേവിക്ക് വരേണ്ടി വരുന്നു. തുടർന്ന് കാണുക. ചന്ദ്രോത്ത് സിദ്ധാർത്ഥന്റെയും പ്രഭാവതി അമ്മയുടെയും മകൻ നന്ദന്റെയും തേവക്കാട്ട് വീട്ടിൽ ബലരാമന്റെയും ചന്ദ്രമതിയുടെയും മകൾ മീരയുടെയും വിവാഹ നിശ്ചയം 1198 ആണ്ട് ചിങ്ങമാസം 15-ാം തീയതി ഞായറാഴ്ച 11:30-നും 12:15-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്തുവാൻ ഉഭയസമ്മതപ്രകാരം ഇന്നേ ദിവസം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. ഇതാ സർ. അപ്പൊ പിന്നെ വേറൊന്നുമില്ലല്ലോ. എല്ലാം ശുഭമായി നടക്കട്ടെ. പണിക്കരെ, ഓ, ഒരു ഡേറ്റ് കൂടി നോക്കണം. ഇനി എന്തിനാ? പറയാം. പണിക്കര് ആദ്യം പറഞ്ഞ മുഹൂർത്തം വിവാഹത്തിന് പറ്റിയതാണോ? വിവാഹത്തിനോ? എന്തിനാ അത്? എല്ലാം ഞാൻ പറയാൻ സിദ്ധു. സന്തോഷമുള്ള കാര്യം. പണിക്കര് പറഞ്ഞില്ല. ചിങ്ങം 10 പറഞ്ഞത്. ഏത് ശുഭകാര്യത്തിനും ഉത്തമത്തിൽ ഉത്തമമായ മുഹൂർത്തമാണത്. എങ്കിൽ ആ മുഹൂർത്തത്തിൽ ചന്ദ്രോത്ത് തറവാടിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ പയ്യന്റെ കല്യാണം നമ്മൾ നടത്തുന്നു. ആരുടെ കാര്യമാണ് താനീ പറയുന്നേ? മുരളിയുടെയും ദേവികയുടെയും കല്യാണം. തനിക്ക് എന്താ പറ്റിയത്? ഇനി എന്തിനാ നടത്തുന്നേ? അതിന്റെ ആവശ്യമുണ്ടോ? മുരളി ഈ വീട്ടിൽ ഒരംഗത്തെ പോലെ വളർന്നത്. നന്ദനെയും മുരളിയെയും നമ്മൾ വേറെ വേറെ കണ്ടിട്ടില്ല, അല്ലേ? അത് ശരിയാണ്. അതിന് മുരളിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ദേവികയെ വിളിച്ചുകൊണ്ട് വരേണ്ടി വന്നു. അവനെയും സഹോദരിമാരെയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ട അവരുടെ അമ്മ ഭാർഗവി വളർത്തിയത്. ഭാർഗവിയുടെ മനസ്സ് വേദനിപ്പിച്ച് അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ മുരളിക്ക് വലിയ സങ്കടമുണ്ട്. അങ്ങനെയൊന്നും ഇതുവരെ മുരളി പറഞ്ഞിട്ടില്ലല്ലോ. സിദ്ധുവിനെ പോലെ തിരക്കുള്ള ഒരാളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ പറയില്ല. അവൻ നല്ല കോമൺ സെൻസ് ഉള്ള പയ്യനാ. അവന്റേതായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അതെ അതെ. താനിതെങ്ങനെ അറിഞ്ഞു? വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാ അവൻ എന്നോട് മനസ്സ് തുറന്നത്. എന്തു പറഞ്ഞു?
അമ്മയുടെ അനുഗ്രഹം വാങ്ങി അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ വെച്ച് വിവാഹം നടത്തണമെന്നാ അവന്റെ ആഗ്രഹം. ഈശ്വര, എന്റെ മോന് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു. അതറിയാതെ ഞാൻ അവന് എന്തൊക്കെയാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് മാസം ഒന്നാകാൻ പോകുന്നു. ഇനിയിപ്പോ എന്തിനാ ഇങ്ങനെ ഒരു ചടങ്ങ്? വെറുതെ അല്ല, അതിന്റെ ആവശ്യമുണ്ട്. സിദ്ധു ഒന്ന് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും. മുരളിയുടെ സ്വഭാവശുദ്ധി നമ്മൾ കണ്ടുപഠിക്കണം. ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. പക്ഷെ അവരിതുവരെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല. സംശയമുണ്ടെങ്കിൽ ദേവികയുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. മോളെ, സത്യമാണോ ഈ കേട്ടത്? നിങ്ങൾ തമ്മില്? ഇല്ല, ഒന്നല്ല. ആ വീട്ടില് ഞാനെന്നും തനിച്ച. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയും കുട്ടികളുണ്ടോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരിയാ, നമുക്കത് ചെറിയ രീതിയിലല്ല, വളരെ ആർഭാടമായിട്ട് തന്നെ നടത്താം, അല്ലേ സിദ്ധാർത്ഥ? ആ, അതെ അതെ. പറയുമ്പോ ആർക്കും ഒന്നും തോന്നരുത്. ഇപ്പോ ഒരു കല്യാണം നടത്താന്നൊക്കെ പറഞ്ഞ ഞാൻ എന്നെ കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഭാർഗവി ചിന്തിക്കണ്ട. ദേവികയുടെ കല്യാണ ചെലവും ആഭരണങ്ങളും മുരളിക്ക് എന്താ വേണ്ടേന്ന് വെച്ചാ സകല കല്യാണ ചെലവുകളും ഞാനേറ്റു. ഒരു പൈസ പോലും അതിനുവേണ്ടി ഭാർഗവി കണ്ടെത്തണ്ട. ക്ഷമിക്കണം, ആ ചാൻസ് തൽക്കാലം വിട്ടുതരാൻ നിവൃത്തിയില്ല. അതിനു വേണ്ടി വരുന്നത് എത്രയാണോ അതത്രയും ചന്ദ്രോത്ത് തറവാടിന്റെ വകയാ. അത് ഞങ്ങളുടെ കടമയാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷേ ചടങ്ങിന് ഞങ്ങൾ മുന്നിൽ തന്നെ കാണും. സിദ്ധാർത്ഥ, ഇത് താൻ മുൻകൈ എടുത്ത് തന്നെ നടത്തണം. തിരക്കുകൾ എന്തൊക്കെയുണ്ടെങ്കിലും മാറ്റിവെച്ചേ പറ്റൂ. മാറ്റിവെക്കും, അതെനിക്കറിയാം. മുരളിയെ സിദ്ധാർത്ഥന് അത്രയ്ക്ക് ഇഷ്ടാ. അതെ അതെ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. ഇതിന് പകരമായിട്ട് ഞാൻ എന്താ? ഇത് നീ ഈ കുടുംബത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ഞങ്ങൾ തരുന്ന സ്നേഹം. നിന്നെ ഒരു കൂടപ്പറപ്പിനെ പോലെയാ ഞാൻ കണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും നിനക്ക് ബലമായിട്ട് ഈ പ്രഭാവതി ഉണ്ടാവും. സന്തോഷം. ഈ ലോകത്ത് ഒന്നിനും പേടിക്കാതെ ജീവിക്കാൻ ഈ വാക്ക് മാത്രം മതി. ഇങ്ങോട്ട് വാ, വാടി, നടക്ക്.
സാർ എത്രയായി? 300. ആ ആ. അയ്യോ സാറേ ബാക്കി ആ ബാക്കി നീ വെച്ചോ. പക്ഷെ ഈ സ്നേഹം ഓർമ്മ ഉണ്ടാവണം. എപ്പോ വിളിച്ചാലും പറന്നെത്തിയേക്കണം കേട്ടാ. ശരി സാർ. ആ അയ്യോ അമ്മ അമ്മ. പോടാ പോ. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ധൈര്യമായിട്ട് അകത്തേക്ക് വാ. ഇതെന്റെ വീടാ. മംഗലശ്ശേരി. വാ, 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 വാ. മോളെ മോളെ മോളെന്തേലും കഴിച്ചായിരുന്നാ? ഇല്ലേ? ഇല്ലെങ്കിൽ ദേ പൊറോട്ടയും ബീഫും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ദേ അതവിടെ കുഞ്ഞപ്പന്റെ കയ്യിലിരിക്കുക. കുഞ്ഞപ്പ ആ പൊറോട്ട കൊണ്ടുവന്ന് കൊച്ചിന് കൊടുക്കടാ. എനിക്കൊന്നും വേണ്ട. പിന്നെ അതെന്താ മൂക്ക് വേണ്ടാത്ത? നല്ല ബീഫാ, പൊരിച്ച ബീഫ് റോസ്റ്റ്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? ആ വേണ്ടെങ്കി വേണ്ട. പിന്നെ ഞാൻ ദേവിക ചേച്ചിയുടെ വീട്ടിൽ പോയായിരുന്നു. ആ ചെക്ക് മാറിയ കാശ് കൊടുത്തു. നേരോ? പിന്നല്ലാതെ നിന്റെ അമ്മയെ പോലെ നുണച്ചാണോ ഞാൻ? ദേവിയെ കണ്ടു നിങ്ങള്? അവളെ കാണാൻ പറ്റിയില്ല, പക്ഷെ തൊള്ള ഹാപ്പിയാ. അപ്പൊ പിന്നെ മരുമോള് ഹാപ്പി ആവുമല്ലോ. ഇനിയിപ്പോ അവൾക്ക് സ്ത്രീധനം കൊടുത്തില്ല എന്നുള്ള സങ്കടം വേണം. അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങള് ഈ പറഞ്ഞ സത്യം തന്നെയല്ലേ? പിന്നല്ലാതെ അതിന്റെ സന്തോഷത്തിൽ ഞാൻ ഒരെണ്ണം വാങ്ങി. പഴയ ചങ്ങാതിമാരും വന്നിട്ടുണ്ട്. നമ്മുടെ കവലയിന്ന് പൊക്കിയതാ. എന്തിനാ അവരേക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അവര് രണ്ടെണ്ണം അടിച്ചിട്ട് പൊക്കോൾ വിളി. മോളെ മോളൊരു 4 ഗ്ലാസും കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് വാ. മോളും വരണം. പൊറോട്ട ബീഫ് പിന്നെ വാ ഒക്കെ സെറ്റാ. എന്താണോ ഒന്നുമില്ല, ഒരു തമാശ. നിർത്തോ. ഒരു തമാശ. കയ്യും കാലും തല്ലുപിടിക്കും ഞാൻ. ഇവനിതെന്ത് ഭാവിച്ച? 10,000 കൊടുത്തുള്ളൂ എന്ന് ഇവനെങ്ങാൻ അറിഞ്ഞോ? ചീത്ത വിളിച്ച് ഓടിക്കാം. ഒന്നും പറയിപ്പിക്കരുത്. അയ്യോ ഇതിപ്പോ എവിടെ ഒളിപ്പിക്ക? എന്താ പരിപാടി? ഏയ് ഒന്നുമില്ല. വെള്ളമടിക്കാനുള്ള പരിപാടി ആയിരിക്കുമല്ലോ. ആണെങ്കിൽ നിൽക്കുന്നടാ. ഇത് പേര് കേട്ടൊരു തറവാടല്ലേ? ഭാര്യയും 2 പെൺമക്കളും ഉണ്ട്. ഇതിപ്പോ ആരും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇതിപ്പോ അവരിവിടെ താമസിക്കുമ്പോ നാട്ടിലെ അലവലാദികളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മദ്യപിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ പറയാൻ നിനക്കെന്താണ് അധികാരം? ചില സ്ഥലത്ത് ആരും തരാതെ തന്നെ നമ്മൾ അധികാരം എടുക്കും. ഈ പോക്കറ്റടിക്കാരെയും മാല പൊട്ടിക്കുന്നവരെയൊക്കെ നാട്ടുകാരെ ഓടിച്ചിട്ട് പിടിച്ച് കൈകാര്യം ചെയ്യുന്നത് ആരെങ്കിലും അധികാരം കൊടുത്തിട്ടാണോ? ആണോ? ഇതൊക്കെ ഒരു ഓളത്തിലങ്ങ് ചെയ്യുന്നതല്ലേ? നിനക്ക് എന്താ വേണ്ടത്? വേണ്ട എന്താണെന്ന് ഞാനിനി പ്രത്യേകം പറയണോ? നോക്കട്ടെ ഏത് ബ്രാൻഡാ? മാറ്. നീ പോടാ അവിടുന്ന്. ഇങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞു? മിണ്ടിപ്പോരുത്. ആഹാ കൊള്ളാലോ. ഇത് സ്ഥിരം ബ്രാൻഡാണോ? അങ്ങനെയൊന്നുമില്ല.
ഏത് കിട്ടിയാലും അടിക്കാല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്ന് വേണം. എന്റെ കുപ്പി വേണം. കുപ്പി. മാറി നിൽക്കണം അങ്ങോട്ട്. അങ്ങേരുടെ ഒരു കുപ്പി. ഡാ. എന്റെ കുപ്പി. ഡാ. ഈ വീട്ടിലിരുന്ന് കുടിച്ചിട്ട് ഭാര്യയെ മകളെ ഉപദ്രവിക്കുന്ന പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ എന്തിയടാ പുല്ലേ? അയ്യോ മാധവട്ട അടിച്ച് കൊല്ലടാ പട്ടിനെ. കുഞ്ഞപ്പ അടിക്കടാ. അയ്യോ നിന്നെ ഞാൻ എടുത്തോളാം കേട്ടാ. ഇനി ഒരാളും കുടിക്കാൻ വേണ്ടി കോമ്പൗണ്ടിലേക്ക് കാല് കുത്തരുത്. അയ്യോ കുത്തിയാ ഞാൻ വീട്ടിൽ കയറി പണി വരും. തനിക്ക് ഭാര്യ മോളെ തല്ലണോ? ആരും അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടാ മുരളി ചോദിക്കും. കേട്ടില്ലെങ്കിൽ തല്ലും. അത് വിട്. അപ്പം മംഗലശ്ശേരി പറഞ്ഞതുപോലെ വീട്ടിലിരുന്ന് കുടിക്കുന്നതും ഇവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും ഇന്നത്തോടെ നിങ്ങൾ അവസാനിപ്പിച്ചേക്കണം. ഇപ്പൊ ഇവിടെ കണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു സാമ്പിളാ. വാക്ക് തെറ്റിച്ച മുരളി ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് വരും. പിന്നെ മംഗലശ്ശേരിക്ക് ദ്രാവക രൂപത്തിൽ കഞ്ഞിയും കഷായവും മാത്രമേ ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കേണ്ടി വരൂ. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. കേട്ടല്ലോ? മുരളിയേട്ടാ പോവാണോ? ഇവിടെ വരെ വന്നിട്ട് പോട്ടെ മോളെ, ഇത്തിരി തിരക്കില്ല. ദേവിക അവൾക്ക് ദേവിക്ക് സുഖ, കുഴപ്പമൊന്നുമില്ല. എന്നാ പോട്ടെ. അച്ഛൻ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും ഏത് നേരത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അരിഞ്ഞുകളെ ഞാൻ. മാധവനെ നിനക്ക് ശരിക്കും അറിയില്ല. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരുത്തരം വരണ പാട്ടി. വേണം. മുരളിയേട്ടൻ പോയിട്ട് കുറച്ചു സമയമായി. അച്ഛൻ പോയി റെസ്റ്റ് എടുക്ക്. പോയാ പോയാ അവന് കൊള്ളാം. മംഗലശ്ശേരിക്കാർക്ക് ചോരക്കളി പുത്തരിയല്ല. അത് നീ ഓർത്തോ. ഇനി നീ വേടാ കാണിച്ചു തരാം പാട്ടി. ഒന്നോർത്ത ഇതിന്റെ ഒരു ആവശ്യമില്ല. ആരെ ബോധിപ്പിക്കാനാ? എത്ര തേങ്ങ അരച്ചാലും താളല്ലേ കറി. ഇതിപ്പോ മേട സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നല്ലോ, മുരളിയുടെ ആഗ്രഹമല്ലേ. എന്തുകൊണ്ട് നീ ഭാഗ്യവതിയാടി. ഇത്രയും തങ്കപ്പെട്ട മക്കളെ കിട്ടാനും വേണം ഒരു യോഗം. നിന്റെ തൃപ്തിക്ക് വേണ്ടി അവൻ നിൽക്കുന്നത്. മുരളിയെ പോലൊരു ചെറുക്കൻ ലക്ഷത്തിൽ ഒന്നേ കാണൂ. കുഞ്ഞുനാൾ തൊട്ട് അവൻ അങ്ങനെയാ. പട്ടിണി കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടി വിളമ്പി കൊടുത്താ എനിക്കും കൂടി ഉണ്ടെങ്കിൽ അവൻ കഴിക്കുള്ളൂ. എത്ര വിശന്നിരുന്നാലും എന്റെ പാത്രത്തിൽ എന്തെങ്കിലും കണ്ടിട്ട് അവൻ കഴിക്കൂ. എങ്ങനെ നോക്കിയാലും 50 പവനെങ്കിലും പെണ്ണിനിട്ട് കൊടുക്കും. ചന്ദ്രോത്തുകാരുടെ പവറിനനുസരിച്ച് വേണമല്ലോ, ഒട്ടും കുറയ്ക്കൂല. ഇവരുടെ സ്ഥിതി വെച്ച് അതൊക്കെ നിസ്സാരല്ലേടി. അപ്പം നിന്റെ പ്രതീക്ഷകൾ അത്രയ്ക്ക് മേലെയാ ഭയങ്കരി. അപാര ഭാഗ്യമുള്ള പെണ്ണാ നീ. എവിടുന്നോ കേറി വന്ന നിനക്ക് വേണ്ടി
അവരെത്ര ലക്ഷമാ മുടക്കുന്നത്. അർഹതപ്പെടാത്തൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. ആഗ്രഹിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചന്ദ്രോത്തുകാർ എത്ര തന്നാലും കല്യാണത്തിന് ദിവസം കഴിഞ്ഞാൽ നിനക്കതൊന്ന് കണി കാണാൻ പോലും കിട്ടത്തില്ല. ആദ്യം ദുഷ്ടത്തിൽ വെച്ച് പൂട്ടൂലേ. ഓ പിന്നെ ഞാൻ എന്ത് വേണം? അവളെ അണിയിച്ചൊരുക്കി സിംഹാസനത്തിൽ കയറ്റിയിരുത്തണോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിൽ കൊടുത്തു വിടണോ? ഇങ്ങനെയൊക്കെ ഇവിടെയുള്ളവർ ചെയ്യുന്നതേ ഞാൻ ഇവിടെ നിൽക്കുന്ന ഒറ്റ കാരണം കൊണ്ടാ. അതവര് പറഞ്ഞത് നീ കേട്ടില്ലേ? കിട്ടുന്നതുകൊണ്ട് എനിക്ക് പലതും ചെയ്യാനുണ്ട്. 2 പെങ്കൊച്ചുങ്ങളാ, അവരെ കരയ്ക്ക് എത്തിക്കണ്ടേ? അപ്പൊ അത് ഇവിടെ പെട്ടിയിലും കാണൂല. നീ ഈ അടുക്കള കിടന്ന് നാരയിക്കത്തേ ഉള്ളൂ. അതെ, ചന്ദ്രോത്തുള്ളവരുടെ നല്ല മനസ്സുകൊണ്ടേ കുറച്ച് പൊന്നു മണം കിട്ടിന്ന് വെച്ചേ അവസ്ഥ മാറാനൊന്നും പോണില്ല. മാറണെങ്കിലേ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അത് ഈ ജന്മം നടക്കുന്ന എനിക്ക് തോന്നണില്ല. എന്താ വല്ലതും നടക്കുവോ? ചന്ദ്രോത്തുകാരെ എല്ലാം നടത്തൂന്ന് വെച്ചേ വെറുതെ അങ്ങോട്ട് നിന്നു കൊടുക്കണമെന്നൊന്നുമില്ല. സ്വന്തം വീട്ടിൽ പോയിട്ടെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് 10ഓ 15ഓ പവന്റെ പൊന്നു കൊടുത്തിട്ടാലേ അതിന്റെ അന്തസ് നിനക്കാ. അമ്മ, അവിടുത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ. പക്ഷെ ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കണ്ടാന്ന്. മനുഷ്യനായ ഇങ്ങനെ അത് പതിക്കുവോ? കഷ്ടം തന്നെ നിന്റെ കാര്യം. എന്താ പരിപാടി? എന്തോ എന്നെ പറ്റി പരദൂഷണം പറയുമായിരുന്നു. പരദൂഷണോ? എന്തിന്? ഹെവി സൈലൻസ്. എന്തോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോ നിർത്തിക്കളഞ്ഞു. സത്യം പറയാ, എന്താ മാറ്റർ? പറ.